ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നോമ്പിൻ്റെ 13-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം 1 കൊരിന്ത്യർ 9:13 മുതൽ 27 വരെയുള്ള ഈ ഭാഗത്തു നിന്നും സുവിശേഷീകരണത്തിൻ്റെ ആത്മസമർപ്പണ യാത്ര എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. തൻ്റെ അപ്പോസ്തലിക നിയോഗം ചോദ്യം ചെയ്യുന്നവരോട് തൻ്റെ വിളിയെയും നിയോഗത്തെയും കുറിച്ച് പ്രസ്താവിക്കുകയും ആ ദൗത്യം നിറവേറ്റുന്നതിന് താൻ സ്വീകരിച്ചിട്ടുള്ള ജീവിതശൈലിയെക്കുറിച്ച് പറയുകയുമാണ് പൗലോസ് അപ്പോസ്തലൻ. സുവിശേഷം പങ്കുവയ്ക്കുന്നത് ദൈവം തന്നെ ഫലമേൽപ്പിച്ച വലിയ ഉദ്യോഗമാണ്. അത് സാധാരണ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമായി തീർന്നിരിക്കുന്നു. സകല പ്രവൃത്തിയും സുവിശേഷത്തിന്റെ സാക്ഷ്യം മാത്രമാണ്. സുവിശേഷ വേല ചെയ്യുന്നവരുടെ സന്ധാരണം നിർവഹിക്കേണ്ടത് വിശ്വാസ സമൂഹമാണ്. പഴയ നിയമ വ്യവസ്ഥയിൽ ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നുവെന്ന് യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നുവെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. വിജാതീയ സമൂഹത്തിലെ ക്രമവും സമാനമായിരുന്നു. അപ്രകാരം സമൂഹത്തിൽ നിന്ന് സന്ധാരണം ലഭിച്ചു അവകാശമുണ്ടായിരിക്കെ അത് ചെയ്യാതെ തൊഴിൽ ചെയ്ത് അതിനോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നത് സുവിശേഷകൻ എന്ന തന്റെ അധികാരത്തെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല, നന്ദിയോടും സ്തോത്രത്തോടും സമൂഹത്തിന് വേണ്ടി തുടർന്നും പ്രതിഷ്ഠയോടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രചോദനമാണ് അതിനുള്ളത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സകല ജീവിത യോധന മേഖലകളും വിശുദ്ധവും അവർ കഴിക്കുന്ന ഭക്ഷണം ദൈവബന്ധത്തിൽ മാത്രമാണ് ഉള്ളത്. തൊഴിൽ മേഖലയുടെ വിശുദ്ധീകരണവും അതിലൂടെയുള്ള അനുഗ്രഹവുമാണ് ഈ വചനം നൽകുന്ന വലിയ ഉൾക്കാഴ്ച. രണ്ടാമത്, സുവിശേഷ വേല എന്നത് തന്റെ ആന്തരിക നിർബന്ധമാകുന്നുവെന്ന് അപ്പോസ്തലൻ ഓർമ്മിക്കുന്നു. അത് സൗകര്യമുള്ളപ്പോൾ ചെയ്യാനുള്ളതോ സാധാരണ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടതോ അല്ല. ഏതെങ്കിലും ഭൗതിക പ്രതിഫലത്തിന് വേണ്ടി ഉള്ളതല്ല. താൻ സുവിശേഷ വേല താൻ അനുഭവിക്കുന്ന വീണ്ടെടുപ്പിന് ബാഹ്യ പ്രതിഫലനമാണ്. ഇരമ്യാവ് പറയുന്നത് പോലെ അത് തന്റെ ആന്തരിക ആളത്വത്തിൽ അടച്ചു വെച്ചിരിക്കുന്നതും അസ്ഥിയിൽ പിടിച്ചതുമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ നിർഗമനം ഒരു സ്വാഭാവിക നിർഗമനം മാത്രമാണ്. എന്നാൽ അത് പ്രതിഫലമില്ലാത്തതല്ല. മനഃപൂർവ്വം നടന്നുവെങ്കിൽ പ്രതിഫലമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അന്ത്യനാളിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ശബ്ദം കേൾക്കുവാനാണ് വിശ്വാസിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായവിധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യാശയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷിക്കുന്ന സകലർക്കും ദൈവിക പ്രതിഫലം ലഭിക്കും. പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, പ്രതിഫലം സ്വാഭാവികമായി ലഭിക്കുന്നതാണ്. ആ നിയോഗ പൂർത്തീകരണത്തിന് സായുജ്യമാണ് പ്രേക്ഷിതനും ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം. മൂന്നാമതായി, പൗലോസ് ശ്ലീഹ തന്റെ ജീവിത സുവിശേഷത്തിന് ഒരു സാക്ഷ്യമായി തീരേണ്ടതിന് മനഃപൂർവമായ ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് താൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുകയാണ്. യഹൂദർക്കും യവനർക്കും സുവിശേഷം പങ്കുവയ്ക്കുന്നതിന് താൻ അവരോട് താല്പര്യപ്പെടുന്നു. ബലവാന്മാരോട് ബലഹീനരോടും താൻ ഐക്യമത്യപ്പെടുന്നു. ഇപ്രകാരമുള്ള ഉൾച്ചേരലുകളുടെ സുവർണ നിയമം താൻ തന്റെ ശരീരത്തെ സ്വയം ശിക്ഷണത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഓട്ടക്കളത്തിൽ ഓടുന്നവർ ശിക്ഷണങ്ങൾ പാലിച്ചുവെങ്കിൽ മാത്രമേ അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുകയുള്ളൂ. ലോകത്തിന്റെ മത്സര ഓട്ടങ്ങളിൽ മുമ്പിലെത്തുന്നവർക്ക് മാത്രമാണ് അംഗീകാരമുള്ളത്. ക്രിസ്തീയ ജീവിതം മത്സര ഓട്ടമല്ല, സ്ഥിരമായിരുന്ന ഓട്ടമാണ്. ആ ഓട്ടം പൂർത്തിയാക്കുന്ന ഏവർക്കും ജീവകിരീടം പ്രാപിക്കാം. അതിന് ലക്ഷ്യബോധത്തോടെ ഓടണം. പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് പ്രവൃത്തിയുടെ പിൻബലം ഉണ്ടാകണം. അതിന് വിശുദ്ധമാകുന്ന ജഡീക കാമനകളെ നിയന്ത്രിക്കുന്നതിന് ശിക്ഷണബോധത്തിൽ പുലരേണ്ടതുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, രക്ഷിതഗണത്തിന്റെ സിയോൻ യാത്രയിൽ സുവിശേഷ ഗീതങ്ങൾ പാടാൻ ഞങ്ങൾക്ക് സഹായിക്കണം. അത് കേവലം താളമേളങ്ങളുടെയും രാഗലയ വിന്യാസങ്ങളുടെയും സ്വരലയമല്ല,
ദൈവകേന്ദ്രീകൃത ജീവനത്തിന്റെ സ്വരലയമാകുന്നതിന് ദൈവം കൃപ നൽകണമേ. ആമേൻ.